നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 777 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, റീഡിങ്ങിലേക്ക് ഡയറക്റ്റ് പോകാം, ടൈം വേസ്റ്റ് ചെയ്യാതെ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ടി എം ചെയ്യാം കേട്ടോ. പേഷ്യൻസിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. ലൈക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താ പറയുക, ഒരു പേഷ്യൻസ് എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളുടെ റിലേഷൻ ഗ്രോ ആയിട്ടുള്ളതെന്ന് എനിക്കിവിടെ കാണാൻ വരുന്നത്. കാരണം നിങ്ങൾ ഒത്തിരിയധികം ക്ഷമിച്ചിട്ടുണ്ട് റിലേഷനിൽ, ഒത്തിരിയധികം നിങ്ങളുടെ ടൈമും എനർജിയും നിങ്ങളിതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇതിൽ ഈ റിലേഷനിൽ ഒരു ബാലൻസ് വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ മൂൺ ഫേസസ് പോലെ ഓരോരോ ഫേസസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ലൈക്ക് കണ്ടില്ലേ, ചില ടൈമിൽ ഈ പൂർണ്ണമായിട്ടുള്ള ഒരു ലൈക്ക് ഇത് കണ്ടില്ലേ, ഈ പൂർണ്ണചന്ദ്രൻ്റെ ഫേസസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മൂൺ ഫേസസ് പോലെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓരോ ഫേസുകളും. ചില സമയത്ത് നല്ല ടൈമും ചില സമയത്ത് മോശം സമയം, ചില നല്ലതും ചീത്തയും ചേർന്നിട്ടുള്ളത്. ലൈക്ക് അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. എപ്പോഴും നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷനിൽ പോകുന്ന ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഗോയിങ് വിത്ത് ദി ഫ്ലോ എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങൾ പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് ഈ റിലേഷനിൽ. ഐ തിങ്ക് നിങ്ങൾ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ 7 മന്ത് പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാരേജിലാണ്, നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് നിങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ല. അപ്പം ഇനി ഒരു അങ്ങനെ എന്താ പറയുക, കൺസീവ് ചെയ്യുന്ന എനർജീസൊക്കെ ചെക്ക് ചെയ്യാനായിട്ടൊക്കെ ഇരിക്കുന്ന ആളെ നിങ്ങൾക്ക് അധികം വൈകാതെ ഒരു 7 മന്ത്സിനുള്ളിൽ ഒക്കെ നിങ്ങൾക്ക് എന്താ പറയുക കൺസീവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു പക്ഷെ നിങ്ങൾ ചില ആളുകൾ, ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുണ്ടാവാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, ലൈക്ക് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അവർക്കുള്ളൊരു ഗൈഡൻസ് ആണിത് കേട്ടോ. വേറൊരു രീതിക്ക് നിങ്ങളിത് വളച്ചൊടിച്ച് കൊണ്ടുപോകണ്ട. ഓക്കെ, ഔട്ട്സൈഡറിൻ്റെ എനർജീസ് ആണ്. ഈ ഒരു ടൈമിൽ ഇവിടെ ഈ ഒരു വ്യക്തി ഒരു ബൗണ്ടറി കീപ്പ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ടൈമിൽ ഇരിക്കുകയാണ്. ലൈക്ക് ഈ ഒരു ടൈമിൽ റിലേഷൻഷിപ്പ് നീഡ് പേഷ്യൻസ് ആൻഡ് ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് സ്ലോയിങ് ഡൗൺ എനർജിയാണ്. വളരെ സ്ലോ എനർജീസാണ് ഇവിടെ നിങ്ങളുടെ ഈ റിലേഷൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ ഒരു വ്യക്തിയാണെങ്കിലും ശരി, നിങ്ങളുടെ പേഴ്സണ് ഒത്തിരി അധികം പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ലൈക്ക് എനിക്കല്ല ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഈ ഒരു വ്യക്തിയെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടത്, ഇവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? യെസ്, ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒത്തിരി അധികം പേഷ്യൻസ് ഉണ്ട്. ഐ തിങ്ക് ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു ഫാമിലി പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാരിറ്റൽ റിലേഷൻ മെച്യൂറാണ്, ഇമോഷണൽ ഇൻ്റലിജൻസ് മെച്യൂരിറ്റി ഒക്കെ ഉള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. എനിക്കതാണ് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത് കേട്ടോ. ക്ലിയർ മെസ്സേജസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഭയങ്കര ബാലൻസ്ഡ് ആയി, നിങ്ങൾക്ക് ഇനി ഇവരുടെ ആവശ്യമില്ല. നിങ്ങളുടെ ടോക്കും കാര്യങ്ങളും വേകളും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ബൗണ്ടറി. നിങ്ങൾ ബൗണ്ടറി കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ആയിരിക്കും ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്തത്. തിരിച്ച് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതെല്ലാം ഒരു ഇല്യൂഷനാണ്. അവിടെ രണ്ടിടത്ത് അവരും ബൗണ്ടറി കീപ്പ് ചെയ്യുന്നില്ല, നിങ്ങളും ബൗണ്ടറി കീപ്പ് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എപ്പോഴും അതിൻ്റെ ഒരു കീ അൺലോക്ക്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. പക്ഷേങ്കിലും അതിനെ എന്താ പറയുക, അതിനെ എന്താ പറയുക, നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ഒരു പക്ഷെ നിങ്ങളുടെ ഓവർ തിങ്കിങ് ആവാം, അല്ല ഒരു വ്യക്തിയുടെ ഓവർ തിങ്കിങ് ആവാം. നിങ്ങളെ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ബ്ലോക്ക് ചെയ്താലും ഇല്ലെങ്കിലും എന്താണെങ്കിലും ബ്ലോക്ക് ചെയ്ത് നിങ്ങൾ പറയുന്നുണ്ട് ബ്ലോക്ക് ചെയ്തു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, നിങ്ങളുടെ പേജസ് നോക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്, ഫേക്ക് IDs ഉപയോഗിച്ചിട്ട്. അല്ല നിങ്ങൾ അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്താവാം നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അങ്ങനത്തെ ഒരു എനർജീസാണ്. ഇവർ നിങ്ങളെ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയിട്ടുള്ള രീതിക്കുള്ള ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വീണ്ടും ഈ റിലേഷനിൽ കൊണ്ടുവരണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് ആഗ്രഹം എന്നുള്ള രീതിയിലുപരി ഇതിലൊരു പേഷ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ ഒരു ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമ ഭയങ്കരമായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്.
കാരണം നമുക്കിവിടെ ക്ഷമയുടെ കാർഡാണ് കാണുന്നുള്ളത്. ഈ ഒരു സെപ്പറേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നെഗറ്റീവായിട്ടൊന്നും കാണണ്ട. സെപ്പറേഷൻ ഫേസ് ഒക്കെ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി അല്ല കേട്ടോ. ശരിക്കും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് സെപ്പറേഷൻ ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവം നമ്മളെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ആ ഒരു പെയിനിൽ, ആ ഒരു ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൽ പെയിനിലായിരിക്കാം. അപ്പം ആ ഒരു പെയിൻ ഡബിൾ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഡിവൈൻ നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ ഒരു സെപ്പറേഷൻ ഫേസിനെ നെഗറ്റീവായിട്ട് കാണാതിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ള ഒരു കുറച്ച് സമയം നമുക്കൊരു എക്സാം നടക്കാൻ പോകും. നിങ്ങളത് പഠിക്കാനായിട്ടുള്ള ടൈം ഉള്ളപ്പോൾ നിങ്ങൾ പഠിക്കുകയല്ലേ ചെയ്യുക. അല്ലാതെ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ അവിടെ അനങ്ങാതിരുന്ന് പിറ്റേ ദിവസം എക്സാമിന് തലേന്ന് പഠിക്കാമെന്നല്ല. നമ്മൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പെട്ടെന്ന് ലൈക്ക് ഇത്രയും ടൈം എക്സാമിന് പഠിക്കാൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു 20 days നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം മസ്റ്റായിട്ടും. അപ്പോഴാണ് നമ്മൾ പാസ്സാവുക. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് റീയൂണിയന് വേണ്ടിയിട്ടും നിങ്ങളെ ഹീൽ ചെയ്യണം. വാട്ട് എവർ യുവർ റിലേഷൻഷിപ്പ്, സ്പിരിച്വൽ കണക്ഷൻ ആവാം, നോർമൽ റിലേഷൻ ആവാം, എല്ലാം ഇത് ഈ ഒരു സൈക്കോളജി തന്നെയാണ് വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ നിങ്ങളെ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഹീൽ ചെയ്യുക. നിങ്ങൾ ഹീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ലൈക്ക് എല്ലാ എനർജീസും എൻ്റെ എനർജിയായിട്ട് മാച്ച് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹയർ ലെവലിലുള്ള എല്ലാ എനർജീസിനും നിങ്ങളുടെ ലോ എനർജിയിലുള്ള എല്ലാ വൈബ്രേഷനും നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷനും പറയുന്നുള്ളത്. ഓക്കെ, ഫോക്കസ് ഓൺ യുവർ കരിയർ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പറയുമോ ഫാമിലി ലൈഫിൽ ഫോക്കസ് ചെയ്യാൻ എന്തിനാണ് ഞങ്ങളിപ്പോൾ റിലേഷൻ കീപ്പ് ചെയ്യുന്നത്? അങ്ങനല്ല. നമ്മളിപ്പം ഒരു റിലേഷനിൽ, അതിപ്പം വാട്ട് എവർ നിങ്ങൾ മാരീഡ് ആണെങ്കിലും എന്താണെങ്കിലും ഫാമിലി ഭയങ്കര പ്രയോറിറ്റിയാണ്. നിങ്ങൾ കൊടുക്കുന്ന റിലേഷനും അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലസ് നിങ്ങളുടെ ഫാമിലിയും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഫാമിലിക്ക് മസ്റ്റായിട്ടും പ്രയോറിറ്റി കൊടുക്കുക. അപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ആ ഒരു എനർജീസ് ഈ ഒരു ടൈമിൽ വല്ലാത്തൊരു അഡിക്ഷൻ നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക്. അത് മാത്രമല്ല, ഇവർ സെക്ഷലി ഭയങ്കരമായിട്ടും ഡേ ഡ്രീമിങ്സ് ഒക്കെ നിങ്ങളെക്കുറിച്ച് കാണുന്നുണ്ടാവാം, ഡേ ഡ്രീമിങ്സ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്ക് തന്നെ ഒരു സെക്ഷൽ എനർജി ഫീൽ ചെയ്യുന്നുണ്ടാവാം. ലൈക്ക് ചില ടൈമിൽ നിങ്ങൾക്ക് ഹയർ ലെവലിൽ ഒരു സെക്ഷൽ എനർജീസ് വരുന്നുണ്ട്. നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ സെക്ഷൽ എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിംഗ് എനർജിയാണ്. സ്പിരിച്വാലിറ്റിയിൽ എപ്പോഴും സെക്ഷൽ എനർജീസ് ഈസ് ഹീലിംഗ് എനർജി. സാക്രൽ ചക്ര ഹീൽ ചെയ്യുക നിങ്ങളുടെ. അങ്ങനെ സെക്ഷൽ എനർജീസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാക്രൽ ചക്ര ഹീൽ ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു എന്താ പറയുക, ലൈക്ക് ഈ ഒരു വ്യക്തിക്ക് വല്ലാത്തൊരു അഡിക്ഷൻ ഉണ്ട് നിങ്ങളോട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയാമായിരിക്കും. നിങ്ങൾ ഫിസിക്കലി ഇൻറ്റിമേറ്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അതിൻ്റെ ഒരു അഡിക്ഷൻ ആവാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു മാഗ്നറ്റിക് ഉള്ള അട്രാക്ഷൻ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ നിൽക്കുമ്പം അത് അവർക്ക് തോന്നുന്നൊരിതാണ്. ഗിവ് മീ വൺ കാർഡ്. ഈ ഒരു റിലേഷനിൽ ഇവരൊരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു റീയൂണിയൻ പോസിബിൾ ആണ് കേട്ടോ ഈ റിലേഷനിൽ. ക്ലിയർ ആയിട്ടുള്ളൊരു മെസ്സേജസ് ആണ്. കാരണം ഈ ഒരു വ്യക്തി ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ ആഗ്രഹിക്കുകയാണ്. കുറച്ച് ക്ഷമയോട് കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ റിലേഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും കേട്ടോ. പക്ഷേ ഈ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് പുള്ളിയും ഹീൽ ചെയ്യാനുള്ളൊരു ടൈമാണ് നിങ്ങളുടെ വ്യക്തിയെ. യു ആർ ക്രേസി ആൻഡ് ഡാർക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ ആ കാർഡ്സ് കുറച്ച് സെക്ഷലി ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് കാർഡ്സാണ്, അതുകൊണ്ട് ഞാൻ അത് ക്ലാരിഫൈ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുള്ള എല്ലാ കാര്യത്തെയും നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ എല്ലാ മോശപ്പെട്ട സമയത്തിലും നിങ്ങൾ ഇവരുടെ കൂടെ നിന്നിട്ടുണ്ട്. ഈ ഒരു റിലേഷൻ ബ്രേക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻസ് ഉള്ള ആ ഒരു ടൈമിൽ പോലും നിങ്ങൾ ഈ ഒരു റിലേഷനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെന്നാണ് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുള്ളത് ഈ ഒരു ടൈമിൽ. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും മോശമായിട്ടുള്ള സമയത്ത് നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഷോൾഡറിൽ ചാരി കിടന്നിട്ട് കരഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ഷോൾഡർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും മോശപ്പെട്ട സമയത്തിൽ. നിങ്ങളുടെ ഷോൾഡറിൽ ചായാൻ വേണ്ടിയിട്ടൊരു അവസരം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക, ഏറ്റവും മോശ സമയം വരുമ്പോഴേക്കും വന്ന് ചാരാനുള്ളൊരു ഷോൾഡർ എന്ന് പറയുന്നത് നിങ്ങളാവാം. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെല്ലൈക്കൻ. ഡോട്ട് ഫോർഗെറ്റ് ദാറ്റ്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ഇടുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ പടപെടാന്ന് വരുന്നുണ്ടാവുക. താങ്ക് യു.